ഗൈസ്, ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്നിച്ച് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. ആദ്യത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ അണ്ടർ-20 ടീം AFC അണ്ടർ-20 ഏഷ്യൻ കപ്പിലേക്ക് 20 വർഷങ്ങൾക്ക് ശേഷം യോഗ്യത നേടിയതിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് AFF ഒരു സമ്മാനത്തുക കൂടി പ്രഖ്യാപിക്കുന്നു. $25,000 കൊടുക്കാമെന്നുള്ളതാണ്. അതായത് സ്ക്വാഡിന് 21 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇതിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വുമൺസ് ഫുട്ബോളിലൊക്കെ കല്യാൺ ചൗബയും കൂട്ടരും ഒക്കെ മലമറിച്ചു എന്നൊക്കെയുള്ള തരത്തിൽ ഇപ്പം അവർ തന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. കാരണം വുമൺസ് ഫുട്ബോൾ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടി എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇതിലൊരു നല്ല കാര്യം സംഭവിച്ചത് ഈ അണ്ടർ-20 ടീമിനെ IWL 2-ൽ കളിപ്പിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വുമൺസ് ഫുട്ബോളിൽ ഇപ്പം ഏഷ്യൻ കപ്പിൻ്റെ ഒരു യോഗ്യത സീനിയർ ടീം നേടുന്നു, അതിനോടൊപ്പം തന്നെ അണ്ടർ-20 ടീം നേടുന്നു എന്ന് പറയുന്നത് കല്യാൺ ചൗബയുടെ കീഴിൽ ഇങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക് നേട്ടം നേടുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്യണമല്ലോ, ഏത് തരത്തിലാണ് അവർ വർക്ക് ചെയ്തത് എന്നുള്ളത്. യൂത്ത് ലീഗ് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിൽ എത്ര മാച്ചസ് ആണ് നമ്മുടെ ബോയ്സ് ടീം പോലും ആവശ്യത്തിന് മാച്ചസ് കളിക്കുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. 40-45 മത്സരങ്ങൾ കളിക്കേണ്ട സ്ഥാനത്ത് അതിൻ്റെ ഒരു 30% പോലും മത്സരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു 10-15% പോലും നമ്മുടെ ഗേൾസിന് കിട്ടുന്നില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു നേട്ടമൊക്കെ കൊയ്യാനായിട്ട് സാധിച്ചത്. അതിൽ ഇപ്പോൾ AFFൻ്റെ ഉള്ളിൽ തന്നെ ഇതിൽ പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ഈ ഏറ്റവും മുകളിൽ തട്ടിയിരിക്കുന്നവരല്ല, ചില അല്ലാതെ അവരൊക്കെ നേടിയെടുത്തതാണ്. പറഞ്ഞ പോലെ കോച്ചായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊന്നും, അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ കുറഞ്ഞ സാലറിയിലൊക്കെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതിൽ കൊടുക്കാൻ പൈസയില്ല, എക്സ്പോഷർ ട്രിപ്പ് നടത്താൻ പൈസയില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ, അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് അവരുടെ ഒരു വിജയം എന്ന് വേണം പറയാം. അതുപോലെ തന്നെ ആ പ്ലേയേഴ്സിൻ്റെ വിജയം. ഈ കല്യാൺ ചൗബയുടെ അല്ലെങ്കിൽ AFFും പ്രവർത്തിച്ചിട്ടാണ് വിജയം നേടിയെങ്കിൽ അത് അങ്ങനെ ഒരു പറയുന്ന ഒരു സാഹചര്യം വരണമായിരുന്നെങ്കിൽ അവർ യൂത്ത് ലീഗ് മാച്ചസ് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ആ ലെവലിൽ വർക്ക് ചെയ്തതിൻ്റെ തെളിവുകൾ വേണമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സാഹചര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിലവിലത്തെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ, മെൻസ് ഫുട്ബോളിൻ്റെ ക്രൈസിസിൽ തങ്ങൾ ഉത്തരവാദികളല്ല എന്ന് കല്യാൺ ചൗബെ പറയുമ്പം എന്തിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ കൂടി വരുന്നത്? കാരണം ക്രെഡിറ്റ് എടുത്തോ, പക്ഷേ അങ്ങനെയല്ല എന്ന് പറയുന്ന ഫാക്റ്റ് അവിടെ നിൽക്കുമ്പോൾ, ഇന്ത്യൻ ഫുട്ബോളിനെ കീനായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയുമ്പോൾ അത് തുറന്നു കാട്ടാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കേണ്ടി വന്നത്. കാരണം ആ ക്രൈസിസിൻ്റെ കാര്യത്തിൽ തങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതുപോലെ ഇന്ത്യയുടെ അണ്ടർ-23 ടീം ഇപ്പോൾ അടുത്ത മാസമാണ് ക്വാളിഫയർ മത്സരങ്ങൾ, AFC അണ്ടർ-23 ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത്. ഇത്തവണ ഭേദപ്പെട്ട രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ ക്യാമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഒരു ടീം തട്ടിക്കൂട്ടി പോകുന്നു, കളിക്കുന്നു, തോറ്റ് തിരിച്ചു വരുന്നു. നമ്മൾ ഇതേവരെ യോഗ്യത നേടാത്തൊരു ഏരിയയാണ് അണ്ടർ-23 ഏഷ്യൻ ക്വാളിഫയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ ഈ ഒരു ക്വാളിഫയർ മത്സരങ്ങൾ കഴിഞ്ഞ് ജൂണിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. 2 മത്സരങ്ങൾ കളിച്ചു, അതിൽ വിജയമൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലിപ്പോൾ ക്യാമ്പ് ഒരാഴ്ച ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ മെയിനായിട്ടുള്ള പല പ്ലേയേഴ്സും ജോയിൻ ചെയ്തിട്ടില്ല. കാരണം ഡ്യൂറൻ കപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുണ്ട്, FC ഗോവയോടൊപ്പം AFC കപ്പ് കളിക്കാനായിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പം അങ്ങനത്തെയുള്ള സാഹചര്യത്തിൽ മെയിനായിട്ടുള്ള ഒരു പകുതി പ്ലേയേഴ്സോളം, 10-15 പ്ലേയേഴ്സോളം ഇല്ല. ഇതിൽ 15ഓളം പ്ലേയേഴ്സ് നിലവിലുള്ളവരിൽ ട്രയൽസ് വിളിച്ചവരാണ് I-League 2-ലും അല്ലെങ്കിൽ മറ്റ് പല മേഖലയിലും കളിച്ചിട്ടുള്ള. പുതിയ കുറച്ച് പ്ലേയേഴ്സിനെയൊക്കെ നൗഷാദ് മൂസ ആഡ് ചെയ്തിട്ടുണ്ട്. ബംഗളൂരുവിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ക്യാമ്പ് നടക്കുന്നത്. FC ഗോവയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു മത്സരം കളിച്ചിരുന്നു. ആ മത്സരം പരാജയപ്പെട്ടിരുന്നു. കാരണം വളരെ പെട്ടെന്ന് തുടങ്ങിയിട്ടുള്ള ടീമാണ്. 2-3 ദിവസത്തിനുള്ളിലാണ് ആ ഒരു മാച്ച് കളിക്കുന്നത്. പിന്നെ FC ഗോവ ശക്തരായുള്ളൊരു ടീമാണ്. അവർ ACL 2 കളിക്കുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ നിലയിലാണ് കളിച്ചത്. പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടി വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ വേണമെങ്കിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിലേക്ക് പറക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്. 20-ാം തീയതി കഴിഞ്ഞിട്ടോ മറ്റോ ഒക്കെയാണ്. കാരണം 20-ാം തീയതി ആയിരിക്കും പുതിയ പ്ലേയേഴ്സും കൂടിയൊക്കെ വന്നതിന് ശേഷം ഒരു ഫൈനൽ സ്കോഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുക. അപ്പോൾ അതിനുശേഷം മലേഷ്യയിലേക്ക് മറ്റോ പറക്കുന്നുണ്ട്. അവിടെ ഇറാഖിനെതിരെ മറ്റോ 1-2 ഫ്രണ്ട്ലീസ് കളിക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്ത മാസത്തിലാണ് നമുക്ക് ക്വാളിഫയേഴ്സ് വരുന്നത് ഖത്തറിൽ വെച്ചിട്ട്. അപ്പം അടുത്ത മാസം ആദ്യം ഖത്തറിനെതിരെയും ബഹ്റൈനെതിരെയും ബ്രൂണയ്ക്കെതിരെയുമാണ് ആ നിർണായക മത്സരങ്ങൾ വരാൻ പോകുന്നത്. അണ്ടർ-23ക്ക് ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നമുക്കൊരു പ്രിപ്പറേഷനും ഇതായിട്ടൊക്കെ മുമ്പോട്ട് അടുത്ത വർഷങ്ങളെ അടുത്ത ബാച്ചുകളിലും കൊടുക്കാൻ സാധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഖാലിദ് ജമീലിൻ്റെ കാര്യം കൺഫേം ആകുന്നു. അദ്ദേഹം ഡുവൽ റോളല്ല, ഒരു ഫുൾ ടൈം കോച്ച് എന്ന നിലയിലായിരിക്കും ആകുക എന്നൊക്കെയുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം ഇപ്പോൾ ഖേൽനവിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ്. അതൊരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണ്. ഡുവൽ റോളായിരുന്നു പിന്നെയും പണി പാളും എന്നുള്ള സാഹചര്യമാണ്. എന്താണെങ്കിലും അദ്ദേഹം ഉടൻ തന്നെ നാഷണൽ ടീമിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഇപ്പം കാഫ നേഷൻസ് കപ്പ് അതിൻ്റെ ആദ്യത്തെ മത്സരം 29-ാം തീയതി ആണ് വരുന്നത്. അതിന് മുന്നോടിയായിട്ട്
പുതിയ ചില പ്ലേയേഴ്സുമായിട്ട് ടോക്ക്, ഇപ്പം നാഷണൽ കോളപ്പിന് വേണ്ടിയിട്ടുള്ള ടോക്സ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലും സംശയമില്ല. എത്ര നാൾ ആ ക്യാമ്പ് കിട്ടും എന്നുള്ള കാര്യം മാത്രമാണ് അറിയേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസമെങ്കിലും. കാരണം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഡ്യൂറൻ കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ JFCക്കൊപ്പം കലിജബിൽ നിൽക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടുണ്ട്. പിന്നെ ഡ്യൂറൻ കപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില ഇന്ത്യൻ പ്ലേയേഴ്സുണ്ട് നാഷണൽ ടീമിൻ്റെ. ആ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ അറിയാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാമ്പ് തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് വന്നേനെ. കാരണം പുതിയൊരു കോച്ചാണ്, നമുക്ക് നിർണായക സമയമാണ്, പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റ് എന്ന നിലയിൽ തന്നെ ഇതിനെ കാണണം. കാരണം നമുക്ക് വരാൻ പോകുന്ന ക്വാളിഫയേഴ്സിന് മുന്നോടിയായിട്ട് അതും ഇറാനെതിരെയൊക്കെ കളിക്കാനുള്ളൊരു അവസരമാണ് മുൻപിലുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ആൻഡ് സീ എന്നേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ്റ്റ് സിംഗ്.